ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വിനി. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അതുപോലെ തന്നെ 2 കുട്ടികളുടെ അമ്മയുമാണ്. ഫിസിയോതെറാപ്പിയിൽ ചൈൽഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചേർത്ത് അതുപോലെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും കൂടെ ചേർത്തിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് നമ്മളിപ്പോൾ എൻ്റെ ഹോം പേജിൽ ഇട്ടിട്ടുണ്ട്. ചാനൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെയാണ് കുട്ടികൾ റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ റോളിംഗ് അതായത് കുട്ടി കമലുക എന്നുള്ള ഈ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ഓരോ ഡെവലപ്മെൻറ്റും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉള്ള പാരൻസ് കുട്ടികളെ വളർത്തുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടിയും, അങ്ങനെ പാരന്റിങ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയാണ്. അപ്പോൾ കുട്ടികളുടെ ഓരോ ഡെവലപ്മെൻറ്റും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കുട്ടി കമലുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് കുഞ്ഞിൻ്റെത്. ഒരു 4 തൊട്ട് 7 മാസത്തിനുള്ളിലായിരിക്കും കുട്ടികൾ ഇതുപോലെ കമന്ന് കിടക്കുന്നത്. അപ്പോൾ നേരെ കിടക്കുന്ന കുട്ടി റോൾ ചെയ്ത് കമന്ന് അവരുടെ ടമ്മിയിൽ, അതായത് വയറിൽ അമർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വരാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ബോഡി തന്നെ, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ബോഡി തന്നെ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം കുട്ടി ചെയ്യുക, കുട്ടി എന്ത് ചെയ്യാണ്, ഇങ്ങനെ ടേൺ ചെയ്ത് ഓരോ സാധനങ്ങൾ നോക്കുന്നു, കുട്ടിയുടെ തല ടേൺ ചെയ്യുന്നു, അത് കഴിഞ്ഞ് കുട്ടി നോക്കുന്നു, തല ടേൺ ചെയ്യുന്നു, അതേപോലെ തന്നെ ഷോൾഡർ ടേൺ ചെയ്യുന്നു, പിന്നെ കുട്ടി ഇങ്ങനെ നോക്കുന്നു, തല ടേൺ ചെയ്യുന്നു, ഷോൾഡർ ടേൺ ചെയ്യുന്നു, അതുപോലെ തന്നെ ഹിപ്പ് ടേൺ ചെയ്യുന്നു, നടുഭാഗം ടേൺ ചെയ്യുന്നു. അപ്പം അങ്ങനെ തിരിഞ്ഞാണ് കുട്ടി, അതായത് നമ്മളിപ്പോൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ വട്ടം കറങ്ങി എന്നൊക്കെ പറയും. അതായത് ഇങ്ങനെ തിരിഞ്ഞാണ് കുട്ടികൾ ഇങ്ങനെ കമന്ന് റോളിങ്ങിലോട്ട്, അതായത് കമഴ്ന്ന് കിടക്കുന്നതിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക, കുട്ടിയുടെ ഈ ഡെവലപ്മെൻറ്റ് കറക്റ്റ് ടൈം ഒരു 3 മാസം തൊട്ട് തന്നെ ഇത് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് കുട്ടി ഒന്നും കൂടെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കമന്നൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഡിലേ ആവാതെ, അതായത് ചില കുട്ടികൾക്കുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിലേസ് ഒന്നും വരാതെ കുട്ടീനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് അവരുടെ ഈ ഡെവലപ്മെൻറ്റ് വരുന്ന ആ സമയത്ത് തന്നെ നമ്മുടെയും കൂടി ഒരു ഹെൽപ്പോട് കൂടി എങ്ങനെ കുട്ടീനെ ഈ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇനി കുഞ്ഞ് പെട്ടെന്ന് കമലാൻ വേണ്ടിയിട്ട് പാരൻസിന് ചെയ്യാൻ പറ്റുന്ന 4 ടിപ്സാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ടിപ്പ്, അധികം ആരും പ്രാക്ടീസ് ചെയ്യാത്ത, അവെയർ അല്ലാത്ത ഒരു കാര്യമാണ്. അതായത് കുട്ടിയെ കമലാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഞാനിത് ചെയ്തു തന്നെ കാണിച്ചു തരാം. ഒരു 3 month ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ ഈ ഹെഡ് ടേൺ ചെയ്യുക, അതുപോലെ തന്നെ ഐസ് ട്രാക്ക് ചെയ്ത് സൈഡിലേക്ക് നോക്കുക തുടങ്ങിയ ഇതൊക്കെ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടീനെ കമലാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡിന്, അതായത് നമ്മൾ ഇടത് സൈഡിലോട്ടാണ് കുട്ടി കമലാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുട്ടീനെ കാല് ഇതുപോലെ ഇങ്ങനെ അടിയിലത്തെ കാല് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലത്തെ കാല് നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് കുട്ടി പതുക്കെ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം കുട്ടിക്ക് ഈ ആക്ടിവിറ്റി അറിയില്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയ പുഷ് എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും കുട്ടി സൈഡിൽ നിന്ന് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കും. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള കൈയും കൂടെ നേരെ വെച്ച് കൊടുക്കുക, 2 കൈയും നേരെ വെച്ച് കൊടുക്കുക. കുട്ടീനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക. അതായത് കുട്ടി ഇങ്ങനെ കമഴുന്നത് ഒരു നല്ല ആക്ടിവിറ്റി ആണെന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ജസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുക. അപ്പോൾ പയ്യെ നമ്മൾ ഇത് പല പ്രാവശ്യങ്ങളായിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ കുട്ടി തന്നെ നമ്മൾ ജസ്റ്റ് കാലിങ്ങനെ വെക്കുമ്പോൾ തന്നെ കുട്ടി ഉടനെ തന്നെ കമഴാനായിട്ട് ബോഡി അങ്ങനെ ടേൺ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞിന്റെ ബ്രെയിനിന് ഒരു മോട്ടോർ ലേണിംഗ് കൊടുക്കുകയാണ്. അത് മോട്ടോർ പാറ്റേൺ നമ്മൾ
ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇന്ന മസിൽസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു മോട്ടോർ ലേണിംഗ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് കുഞ്ഞിന്റെ ബ്രെയിനിൽ. അപ്പോൾ കുട്ടിക്ക് അത് ആ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഇത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കുട്ടിയുടെ ആ മസിൽസ്, അതായത് ഇങ്ങനെ ടേൺ ചെയ്യാനുള്ള കുട്ടിയുടെ ബേക്കിലെ മസിൽസും ഹാൻഡിന്റെ മസിൽസും ഹിപ്പ് മസിൽസും എല്ലാം നമ്മൾ സ്ട്രെങ്തൻ ആക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടിക്ക് ഈസി ആയിട്ട് കമലുമ്പോഴത്തേക്ക്, അതായത് ഒരു 4 മാസം 5 മാസം ആകുമ്പോഴത്തേക്കും കുട്ടി പെട്ടെന്ന് തന്നെ കമന്ന് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒത്തിരി അങ്ങനെ ഡിലേ വരാനുള്ള ഒരു സാധ്യതയും ഇല്ല നമ്മളിങ്ങനെയുള്ള ഈ മോട്ടോർ ലേണിംഗ് കൊടുക്കുമ്പോൾ. കുട്ടി ഒരു പ്രീമച്യൂർ ആയിട്ടാണ് കുട്ടി ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷ്യനെയോ കാണിച്ചിട്ട് കുട്ടിയുടെ ഡെവലപ്മെന്റ്സിലൊന്നും ഡിലേ വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും ഇതുപോലെ കണ്ടീഷൻസ്, ഡെവലപ്മെന്റ് കണ്ടീഷൻസോ അല്ലെങ്കിൽ ക്രോമസോമൽ ഇഷ്യൂസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻബോൺ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതുപോലെ ആ സമയത്ത് നമ്മൾ ഈ ഡെവലപ്മെന്റ്സ് ചെക്ക് ചെയ്ത് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ പീഡിയാട്രിഷ്യനെ കൊണ്ടോ ഡെവലപ്മെന്റ്സ് ചെക്ക് ചെയ്യണം. അപ്പോൾ കുട്ടിക്ക് നമ്മൾ ഇതേപോലെ ഒരു അസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ കുട്ടി വളരെ വേഗത്തിൽ കമിഴ്ന്നു വരും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഇതുപോലെ കമലാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടോയ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു കളിപ്പാട്ടം. അതായത് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതായത് കുട്ടീനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ കിടത്തുന്നു, എന്നിട്ട് കുട്ടിക്ക് ഇതുപോലെ തന്നെ ടോയ് നമ്മൾ ഇതേപോലെ ഒരു റാറ്റിലോ മറ്റോ ഇങ്ങനെ കിലുക്കി കിലുക്കി കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സൗണ്ടും ആ കളറും എല്ലാം അട്രാക്റ്റഡ് ആയിട്ട് കുട്ടി അതിനകത്തേക്ക് നോക്കുന്നു. ആ സമയത്ത് കുട്ടീനെ നമ്മൾ കുട്ടിയുടെ ഒരു കാലിൽ പിടിച്ചിട്ട് കുട്ടിയുടെ കാലിൽ നമ്മൾ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ഈ ടോയ് നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുക. എന്നിട്ട് കുട്ടീൻ്റെ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വരുന്നത് പോലെ നമ്മൾ ഈ ഒരു ആംഗിളിൽ, അതായത് ഇങ്ങനെ ഒരു ആംഗിളിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അന്നേരം ഈ സമയത്ത് നമ്മൾ കുട്ടിയുടെ കാലും ഇതേപോലെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുട്ടി ഇത് നോക്കി നോക്കി കാലിന്റെ ഈ സപ്പോർട്ടോട്, ഈ ടേൺ ചെയ്യുന്ന സപ്പോർട്ടോട് കൂടി കുട്ടി എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് തിരിഞ്ഞ് കിടക്കാൻ, കമന്ന് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു എൻകറേജ്മെന്റ് ആണ്, ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലൊരു ടിപ്പാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ്, ഇത് കുട്ടിക്ക് ടമ്മി ടൈം വളരെയധികം കൊടുക്കുക എന്നുള്ളതാണ്. ടമ്മി ടൈം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇപ്പോഴത്തെ പീഡിയാട്രിഷ്യൻസ് തന്നെ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് നമ്മളൊരു പുക്കിൾക്കൊടി കൊഴിഞ്ഞതിന് ശേഷം തൊട്ട് തന്നെ നമ്മൾ ഈ ടമ്മി ടൈം കൊടുത്തു തുടങ്ങണം. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. എന്തായാലും നമ്മൾ ടമ്മി ടൈം ഈ കുട്ടി ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും ഒരു എല്ലാം കൂടെ, അതായത് പല പ്രാവശ്യങ്ങളായിട്ട് ചെയ്യുന്നത്, ഒരു ദിവസത്തിൽ പല പ്രാവശ്യമായി ചെയ്യുന്നത് പോലെ ഒരു 1 hour കിട്ടുന്നത് പോലെ കുട്ടിക്ക് ടമ്മി ടൈം കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് ഈ കുട്ടിയുടെ ഈ മസിൽസ് ഒക്കെ വളരെയധികം സ്ട്രെങ്തൻ ആവും. ഇത് കുട്ടിക്ക് കമഴ്ന്നു വരാൻ വേണ്ടിയിട്ടുള്ള മസിൽസിന്റെ സ്ട്രെങ്ത് എല്ലാം കൊടുക്കും, കുട്ടീൻ്റെ ബോഡി സ്ട്രോങ് ആവും. ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുട്ടിക്ക് അതായത് ഫ്രണ്ട് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സൈഡ് ആക്ടിവിറ്റീസും കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പ്ലേ മാറ്റിലൊക്കെ കുട്ടീനെ കളിപ്പിക്കുക, അല്ലെങ്കിൽ മുന്നിൽ ഇതുപോലെ ടോയ്സ് എല്ലാം വെച്ചിട്ട് കുട്ടീനെ അതിലേക്ക് നോക്കാനും കുട്ടിയുടെ ഹാൻഡ് കൊണ്ട് അത് പിടിക്കുക, കാല് കൊണ്ട് പുഷ് ചെയ്യുക, ചവിട്ടുക തുടങ്ങിയ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ കുട്ടിയുടെ ഈ ഫ്രണ്ട് മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഗ്രാജുവലി കുട്ടിക്ക് ടേൺ ചെയ്യാനൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് 4 ടിപ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുട്ടീനെ എത്രയും പെട്ടെന്ന്, അതായത് കുട്ടിക്ക് ആ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുട്ടിക്ക് ഈ കമലാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആകുന്ന രീതിയിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. അതായത് 3 months തൊട്ട് തന്നെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. അപ്പോഴാണ് 4-5 മാസം ആകുമ്പോഴത്തേക്കും കുട്ടി വളരെ എഫക്റ്റീവായിട്ട് കമലുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതുപോലെയുള്ള ഓരോ മൈൽ സ്റ്റോണും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആ ഓരോ മൈൽ സ്റ്റോണിന്റെയും സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിന്റെ ഓരോ പടിപടിയായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.